നമ്മളെ വീട്ടിൽ ചോറൊക്കെ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഒന്നിക്കൽ അതെടുത്ത് കളയും. നമുക്ക് കഴിക്കാൻ തീരെ പറ്റില്ലല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെന്ത ചോറ് കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. വെന്ത ചോറ് എന്ന് പറയുന്നത് വെന്ത് ഉടഞ്ഞ് കഞ്ഞി പോലായ ചോറൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് റേഷൻ കടയിലത്തെ അരിയായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് ഞാൻ വെച്ചപ്പോൾ വെന്ത് എന്താ ലേശം ഒന്ന് ഉടഞ്ഞ പോലെ ആയിപ്പോയി. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനതങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചതാണേ. അപ്പോൾ ഈ ഒരു ചോറ് വെച്ചിട്ട് നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് വേകുക വെച്ചാൽ വെന്ത് പോവുക വെച്ചാൽ ഇത് കളയൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ തലേന്നൊക്കെ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരിയൊക്കെ കൊടുക്കുക. നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി മുഴുവനായിട്ടൊന്നുമില്ല, അതിൻ്റെ പകുതി ഭാഗം ഇതേപോലെ ഞാൻ കൊത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. തേങ്ങ മാണമെങ്കിൽ കുറേ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ എത്ര മതിയാവും. അപ്പം കുറേ തേങ്ങയൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കൊത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ചിരവിയിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുക്കട്ടെ. പിന്നെ തേങ്ങ വേണ്ടാത്തവർക്ക് തേങ്ങ ഒഴിവാക്കുക കേട്ടോ. തേങ്ങ ഇല്ലാത്തവർക്കൊക്കെ തേങ്ങ ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നാലും അത് ഇടയിലേക്ക് അടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കൊത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 750 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കറുത്ത കളറുള്ള ശർക്കര ആണ് കേട്ടോ. നല്ല കളറുള്ള ശർക്കര തന്നെ നോക്കി വാങ്ങുക, എന്നാലാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ചോറുണ്ടല്ലോ, ചോറ് ഏകദേശം ഇപ്പോൾ ഒരു 2 ഗ്ലാസ് അരിൻ്റെ ചോറുണ്ട് കേട്ടോ അത്. അപ്പോൾ അത്രയും ചോറിന് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 750 ഗ്രാം ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ 3 ഗ്ലാസ് തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പം കറക്റ്റ് പാകമായിരുന്നു കേട്ടോ, ഈ ഒരു 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കട്ടത്. ഇപ്പോൾ ഉരുക്കി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വട്ടച്ചെമ്പ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിൽ വെച്ച് കേട്ടോ. ഞാനിപ്പോൾ അടുപ്പിൽ തീയുള്ളത് കൊണ്ട് തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അടുപ്പിൽ വെച്ചാലാണ് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. തീ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാലും മതി. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ നല്ല നെയ്യില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ എന്താക്കുക, നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തേങ്ങാക്കൊത്തില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചെറുങ്ങനെ ഒന്ന് കളർ മാറിയാൽ മതി. നമ്മൾ ഇതിൽ നല്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഓയിലൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം നല്ല നെയ്യാണ് ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് കൊടുക്കുക. അപ്പം നല്ല നെയ്യിൽ കിടന്നിട്ട് ഈ തേങ്ങാക്കൊത്ത് വറുത്ത് വരുന്ന സമയത്താണ് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ നെയ്യ് ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കട്ടെ. അധികം ചോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മൂത്ത് വന്നാൽ മതി. നിങ്ങളെ കയ്യിൽ ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഈ തേങ്ങാക്കൊത്തൊന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊരു കോരി മാറ്റാം.
ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇങ്ങനെ ആയി കിട്ടിയാൽ മതി, അധികം ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഒരു ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചോറില്ലേ അത് ഈ ഒരു ചൂടായ നെയ്യിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറായത് കാരണം ലേശം ഒന്ന് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടൈം എടുത്തേക്ക് ഒന്ന് ഇതിൽ നെയ്യിൻ്റെ അകത്തൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടി, ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് കുഴഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നല്ലോണം ഈ നെയ്യിൻ്റെ അകത്ത് ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കാം. കുറച്ചും കൂടി നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ആ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക. നമ്മൾ വേവാത്ത സാധാ ചോറാന്ന് വെച്ചാൽ വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാ ചോറ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞ ചോറാണല്ലോ, അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കണ്ടില്ലേ, കുഴഞ്ഞ മാതിരി ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഏകദേശം. ഇതിലൊക്കെ പറ്റി പിടിച്ച കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് എത്തിക്കുന്നൊന്നും കൂടി നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഒന്നും കൂടി നല്ലോണം വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ കുഴഞ്ഞ് ഒന്ന് ഉരുളകളായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇതിൽ കിടന്ന് തന്നെ ഒന്ന് കുഴഞ്ഞൊന്ന് ഉരുള പോലെ ആയിട്ട് കിട്ടും. കുറച്ചും കൂടി നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ ശർക്കരയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നേ. ശർക്കര ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ കിട്ടണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കഞ്ഞിമാതിരി. ഇതിനിപ്പോൾ ഈ ഒരു അടുപ്പിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് ഒന്ന് കുറുകി വന്നോട്ടെ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തിളച്ച് നമ്മൾ ആവശ്യത്തിനുള്ള തീയൊക്കെ കൊടുത്ത് പിന്നെ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. കുറച്ചിട്ടിട്ട് ഈ ഒരു തീ കടന്നിട്ട് ഇതിങ്ങനെ വറ്റി വന്നോളൂ കേട്ടോ. നമ്മളിതിങ്ങനെ മെനക്കേട്ടും ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈവച്ചാണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ശ്രദ്ധിക്കണം, കുറേ തീയാവരുത് കേട്ടോ. ഒന്ന് ചെറിയൊരു ചെരിപ്പൊളിയോ ചെറിയൊരു തീ കൊടുത്തിട്ട് അങ്ങനെ വെക്കുക. അതിൽ കിടന്നിട്ട് ഇങ്ങനെ വറ്റിക്കോളൂ. ഇതപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല തീയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിനു, പിന്നെ അധികം വിറകൊന്നും വെക്കാണ്ട്. അപ്പോൾ ഈ വിറകിൽ നിന്ന് തന്നെ അങ്ങനെ ആക്കത്തിലായിക്കോളൂ. കൈവെക്കാണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് എടുക്കേണ്ട ജോലികളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ അടുപ്പിൽ വെച്ചത്. ഗ്യാസുമ്മലാവുമ്പോൾ കൈവെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ ഒന്നും കൂടി തിളച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇടയിൽ വന്നിട്ട് നമ്മളെ ജോലിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യുക. അപ്പോഴത്തേക്ക് അങ്ങനെ കുറുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ഈസിയാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഏകദേശം നമ്മളെ ഈ ഒരു കൂട്ട് നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ മൂടി വെക്കട്ടെ. മൂടി വെച്ചിട്ട് ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. കുറച്ചും കൂടി ഒന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതേപോലെ നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതിലേക്ക് കറുത്ത മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ അപ്പാട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒരു ശേഷം ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നു. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ചോപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ്. ചുക്ക് പൊടിക്ക് പറഞ്ഞിട്ട് എൻ്റെ മോന് കൊണ്ടു തന്നത് നമ്മളെ ചുക്ക് കാപ്പിയില്ലേ അതാണ് കേട്ടോ കൊണ്ടു തന്നത്. അപ്പം ഞാനത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചുക്ക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചുക്ക് കാപ്പി ചേർത്ത് കൊടുത്ത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ചുക്ക് കാപ്പി ഇട്ടാൽ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൽക്കണ്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ഉരുകുമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാം, നോക്കുന്നേരം ഉരുകിയില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മൾ അരവണ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഇതുപോലെ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഇവിടെ അരവണ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുത്തരിയൊന്നും ഇല്ലാണ്ട് എങ്ങനെ അരവണ ഉണ്ടാക്കിയെടുക്കാമെന്ന്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചുക്കിന് ബദൽ ഞാൻ ചുക്ക് കാപ്പിയാണ് ഇട്ട് കൊടുത്തതെന്ന്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കൽക്കണ്ടി മാത്രം ഒന്ന് പൊടിച്ചിട്ടാൽ മതി, ഞാൻ അപ്പാട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച് അതിൽ നിന്ന് ഉരുകി വരുമെന്ന്, പക്ഷെ ഉരുകി വന്നില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ പഴയ ചോറൊന്നും കളയണ്ട, ഇതുപോലെ ചെയ്ത് വെച്ചാൽ കുട്ടികൾ എന്തായാലും കഴിച്ചോളും. വൈകുന്നേരം ക്ലാസ്സൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ പഴയ ചോറും അതുപോലെ തന്നെ വെന്ത് പോയ ചോറൊന്നും കളയണ്ട കേട്ടോ, ഇതുപോലെ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തീയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പമല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇടയിൽ കൂടിയ പോയിട്ട് നമുക്ക് നമ്മളെ ജോലികൾ ചെയ്യുകയും ചെയ്യാം, ഇടയിൽ കൂടിയ വന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പമല്ലേ ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ അരവണ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക. അരവണ എന്ന് പറയുമോ, അതുപോലെ തന്നെ നെയ്പായസം എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ വിളിക്കാം. അപ്പോൾ നിങ്ങൾ കൽക്കണ്ടം ഒന്ന് പൊടിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പാടാണ് ചേർത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.